ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മതി, ഓഫാക്ക്. ഇവൻ എന്തിനിപ്പോൾ ഇങ്ങനെ പറഞ്ഞതെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഞങ്ങൾ രാത്രി 10 മണിക്ക് ശേഷം അധികം വീടിന് വെളിക്ക് ഇറങ്ങാറില്ല കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ പോയാലും രാത്രി 10 മണി 11 മണിയാകുമ്പോഴേക്കും തിരിച്ച് വീട്ടിൽ കയറാതാണ് പതിവ്. ഇത്തവണ ഉച്ചഭക്ഷണം ലേറ്റായിട്ട് കഴിച്ചതുകൊണ്ട് തന്നെ രാത്രി ഭക്ഷണം നമുക്ക് വെളിയിൽ നിന്ന് പോയി കഴിക്കാമെന്നും 10 മണിക്ക് ശേഷം വെളിയിൽ പോകാമെന്നും തീരുമാനിച്ചു. ആക്ച്വലി ഞാനെന്ത് വിചാരിച്ചു എന്ന് പറഞ്ഞാൽ രാത്രി 10 മണിക്ക് ശേഷമാണല്ലോ പോകുന്നത്, അപ്പോൾ ആൾക്കാരൊക്കെ ഉറങ്ങായിരിക്കും, വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. പറഞ്ഞിട്ട് വളരെ സിമ്പിളായിട്ട് വീട്ടിലിരുന്ന ഡ്രസ്സും പിന്നെ തലയും സിമ്പിളായിട്ട് കെട്ടിയിട്ട് അങ്ങനെയുണ്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ മെയിൻ റോഡ് എത്തിയപ്പോൾ ഗൈസ് ഒരുപാട് ആൾക്കാർ അവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ നിൽക്കണം, നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടുത്തെ ആൾക്കാരൊക്കെ 10 മണിക്ക് ശേഷമാണ് ഒന്ന് ആക്റ്റീവ് ആവുന്നതെന്ന് എനിക്ക് തോന്നി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയത് 99 വെറൈറ്റീസ് ഓഫ് ദോശ കിട്ടുന്ന ഒരു കടയിലാണ്. ഇവിടെ മുമ്പ് നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുണ്ട് അവൻ്റെ സർവീസ്. അപ്പം നമ്മൾ 3 വെറൈറ്റി ദോശ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല തണുത്ത അന്തരീക്ഷത്തിൽ നല്ല ചൂട് തട്ടുദോശയല്ല ദോശ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പനീർ ദോശയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 3 കളർ ചട്നി ഉണ്ടായിരുന്നു കേട്ടോ, വെള്ളയും ചുവപ്പും പച്ചയൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തണുത്ത ഒരു ഐസ്ക്രീമും കൂടെ കഴിക്കാമെന്ന് തീരുമാനിച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങി. ഞാൻ ചോക്കോബാർ വാങ്ങി, അപ്പോൾ ഒരു കുൽഫി വാങ്ങി. ഇതും കഴിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇത്ര നേരം അർഷീവ് നല്ല ആക്റ്റീവായിരുന്നു. വീട് എത്തിയത് അവന് ഭയങ്കരമായിട്ട് ഉറക്കം വന്നു. രാത്രി 11:30 ആയി. അപ്പോൾ ശരി, പോട്ടെ ഗൈസ്, ബൈ.